ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഈ കുഴൽപ്പണം വിതരണം നടത്താൻ ശ്രമിച്ചു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും BJP ഇതര സർക്കാരുകളെ അട്ടിമറിക്കാൻ കോടികൾ നൽകുകയും പല ജനഹിതത്തിനെയും അട്ടിമറിച്ചുകൊണ്ട് സ്വന്തം സർക്കാർ സ്ഥാപിക്കാൻ ശ്രമിച്ച BJP സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുന്ന പണം പോലും കുഴൽപ്പണം ഉൾപ്പെടെയാണ് വിതരണം നടത്തുന്നത് എന്ന് ഈ സംഭവത്തോടെ തെളിഞ്ഞിരിക്കുകയാണ്. ആ പണമാണ് അടിച്ചുമാറ്റാൻ BJPയിലെ തന്നെ ചില ആളുകൾ ഒരു കൃത്രിമമായിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാക്കിയത്. അന്വേഷണം എത്തി നിൽക്കുന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ അടുത്തേക്ക് അവരെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിക്കുകയും രണ്ടിടത്തും ഹെലികോപ്റ്ററിൽ പ്രചരണം നടത്തുകയും ചെയ്തപ്പോൾ ആ ഹെലികോപ്റ്ററും പണം കടത്താൻ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. എത്രയിടത്തൊരു സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. കേരളത്തിലും ഇന്ത്യയിലൊക്കെ പല നേതാക്കന്മാരും ഒന്നിൽ കൂടുതൽ നിയോജകമണ്ഡലത്തിലൊക്കെ മത്സരിക്കാറുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിൽ BJP ഏറ്റവും ദുർബലമായൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഏതാന്ന് വെച്ചാൽ കേരളമാണ്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് 2016 ഒരു MLA കിട്ടിയത്. അങ്ങനെയുള്ള കേരളത്തിൽ ഈ BJP 980 സ്ഥാപിച്ചതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് 82-ലാണ്. തിരുവനന്തപുരം ഉൾപ്പെടെ 2000 മുതൽ 3000 വരെ വോട്ട് മാത്രം കിട്ടിയ BJPക്ക് അന്ന് കേരളത്തിൽ അഡ്രസ് ഉണ്ടായത് 2 നിയോജകമണ്ഡലത്തിലാണ്. ഒന്ന് കാസർഗോഡ് 2ാം സ്ഥാനത്ത് വന്നു, മഞ്ചേശ്വരത്ത് 10,000-ൽ കൂടുതൽ വോട്ടുകൾ കിട്ടി. പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്താണ് മഞ്ചേശ്വരത്തും കാസർഗോഡും BJP വന്നത്. 2016 സുരേന്ദ്രൻ 82 വോട്ടിനാണ് തോറ്റുപോയത്. അപ്പം അങ്ങനെയുള്ള മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ ഇങ്ങനെ തെക്കേ അറ്റത്ത് കോന്നിയിൽ എന്തിനു മത്സരിച്ചു എന്നുള്ളതിനെ കുറിച്ച് അന്നാരും ചർച്ച ചെയ്തില്ല, കാരണം അത് പാർട്ടിയുടെ നിലപാടാണല്ലോ. പക്ഷേ ഈ സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ പണം കടത്തിയോ എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല, ഒരു സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചെലവഴിക്കാവുന്ന തുക 30 ലക്ഷമാണ്. സാധാരണ രീതിയിൽ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുമ്പോൾ ആ ഹെലികോപ്റ്ററിന് നൽകുന്ന വാടക സ്ഥാനാർത്ഥിയുടെ ചെലവിൽ കൂട്ടേണ്ടതാണ്. ഇപ്പം ഞാനൊരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചാൽ ഞാൻ എവിടെ നിന്ന് എവിടെ വരെ അത് ഉപയോഗിച്ചു, അതിനെന്ത് വാടക കൊടുത്തു, ആ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഞാൻ ചെലവഴിച്ച തുകയുടെ പരിധിയിൽ വരും. ഇപ്പൊ സുരേന്ദ്രനും മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ ചെലവ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. സുരേന്ദ്രൻ സബ്മിറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഈ ഹെലികോപ്റ്ററിന്റെ വാടക ഈടാക്കിയിട്ടുണ്ടോ? എവിടം മുതൽ എവിടെ വരെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്? ആ സഞ്ചരിച്ചതിന്റെ വാടക സ്ഥാനാർത്ഥിയുടെ
ചെലവിൽ കണക്കാക്കിയിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ പല ആളുകളും സൂചിപ്പിച്ചിട്ടുള്ളത് 3 കോടി വരെ ഓരോ സ്ഥാനാർത്ഥികൾക്കും കേന്ദ്രം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ ചില സ്ഥാനാർത്ഥികൾ തന്നെ പറഞ്ഞത് ചിലർക്ക് 25-30 ലക്ഷമൊക്കെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നു. എന്തൊക്കെയോ ഒരു സാമ്പത്തികമായ, അതും കുഴൽപ്പണം ഉൾപ്പെടെയുള്ള സാമ്പത്തികമായിട്ടുള്ള തിരിമറികൾ BJPയിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കുഴൽപ്പണം നൽകിയത് കേന്ദ്ര നേതൃത്വം തന്നെയാണ്. അപ്പൊ കേന്ദ്ര ഉത്തരവാദിയാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കോടികൾ ഒഴുക്കിയാണ് BJP പ്രചരണം നടത്തിയത്. സത്യം പറഞ്ഞാൽ കോവിഡിന്റെ 2ാം തരംഗം തടയുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് പരാജയപ്പെട്ടതിന്റെ മുഖ്യ കാരണം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കോവിഡ് തടയാനായിരുന്നില്ല താല്പര്യം. എന്ത് വൃത്തികെട്ട മാർഗം അവലംബിച്ചും ബംഗാൾ പിടിക്കുക എന്നുള്ളതായിരുന്നു. അവിടെ ഒഴുകിയത് കോടിക്കണക്കിനാണ്. ഇതുപോലത്തെ സംഭവങ്ങൾ അവിടെ കണ്ടുപിടിക്കാത്തതുകൊണ്ട് അവിടുത്തെ നേതാക്കന്മാര് കിട്ടിയ കള്ളപ്പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കാത്തതുകൊണ്ട് അവിടെ പലതും പുറത്തു വന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ 3.5 കോടിയെ പുറത്തു വന്നിട്ടുള്ളൂ. ഈ 3.5 കോടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുത്ത കാശായിരിക്കും. പക്ഷെ വന്ന മാർഗം, ആ പണം ഉണ്ടാക്കിയ മാർഗം, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ ഉപയോഗം സംബന്ധിച്ചാണ്. സ്ഥാനാർത്ഥികൾ ഹെലികോപ്റ്റർ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു? ഈ കൊടുത്തിട്ടുള്ള കണക്ക്, ഹെലികോപ്റ്റർ ഉപയോഗിച്ച വേറെയും ചില സ്ഥാനാർത്ഥികളുണ്ട്, സുരേഷ് ഗോപി ഉൾപ്പെടെ. അപ്പൊ അങ്ങനെ സ്ഥാനാർത്ഥികൾ ഉപയോഗിച്ച വാടക ഈ സ്ഥാനാർത്ഥികളുടെ ചെലവിൽ ചേർത്തിട്ടുണ്ടോ? അത് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്. രണ്ടാമത്, ഈ കുഴൽപ്പണം സംബന്ധിച്ച വിവാദങ്ങൾ. ഇതിപ്പോ UDF LDF അല്ല ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരും സ്വന്തം മുന്നണിയിൽപ്പെട്ടവരുമാണ്. ഇപ്പൊ ജാനുവിന് ഈ NDAയില് ഘടകകക്ഷികളില്ല എന്ന് കേന്ദ്ര നേതൃത്വം കുറ്റപ്പെടുത്തിയപ്പോ ലക്ഷങ്ങൾ കൊടുത്ത് ഓരോ കക്ഷികളെ മുന്നണിയിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ഇപ്പൊ 10 ലക്ഷത്തിന്റെ ഒരു കണക്ക് പുറത്തു വന്നിട്ടില്ല. 10 കോടി ചോദിച്ചു 10 ലക്ഷം കൊടുത്തു. ഇതെല്ലാം അന്വേഷണത്തിന് വിധേയമാക്കണം. സുരേന്ദ്രനൊരു വികാരത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ പാർട്ടി മൊത്തം സംശയത്തിന്റെ നിഴലാണ്. അതുകൊണ്ട് ഇപ്പോ അന്വേഷണം കുറെ നടക്കുന്നുണ്ട്. പക്ഷെ അന്വേഷണം എത്തേണ്ട സ്ഥലത്ത് എത്തുമോ എന്ന് സംശയമുണ്ട്. സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടിപ്പോ PAനെയാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ളത്. അത് PAയിൽ തന്നെ അവസാനിക്കുകയോ സുരേന്ദ്രനിൽ എത്തുമോ എന്നറിയില്ല. ഇപ്പൊ ഇന്നലെ ഒരു പത്രത്തിൽ കണ്ട വാർത്ത, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പണത്തിന്റെ കണക്ക് BJPക്കാരെടുക്കാൻ പോകാത്തത്. മാത്രമല്ല, ഇപ്പോ ഇന്നലത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, ഇന്നലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ബാലഗോപാൽ പറഞ്ഞത് 1 വർഷമായിട്ട് കേന്ദ്രം ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്.
ഒരു ഭാഗത്ത് കേന്ദ്രം സംസ്ഥാനത്തിനെതിരായിട്ട് അന്വേഷിക്കുന്നു. അങ്ങനെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന അന്വേഷണം കേന്ദ്രത്തിലെ നേതാക്കന്മാരിലേക്ക് കടക്കുമോ എന്ന് ഒരു സംശയമുണ്ട്. ചിലപ്പോൾ അവസാനം ഒരു അന്തർധാര രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഏതായാലും നിങ്ങളെടുത്തോ, ഞങ്ങൾ മുമ്പെടുത്ത് ഞങ്ങളെടുത്തോളാം എന്നൊരു അന്തർധാര രൂപപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോട്ടെ. ഇതുവരെ അന്വേഷണത്തിൽ കുഴപ്പം കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് മുന്നോട്ട് പോട്ടെ. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ചൊരു സമഗ്ര അന്വേഷണം നടത്താൻ, അതായത് കുഴൽപ്പണക്കടത്ത്, പാർട്ടി പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ യാത്ര, ഘടകകക്ഷികൾക്ക് പണം കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് വരുന്ന ആക്ഷേപങ്ങൾ, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തീരുമാനമെടുക്കണം.